വ്യൂവേഴ്സ്, വെൽക്കം ടു ശ്രീ നാവിൽ തൊട്ടു മനസ്സിൽ തൊട്ടു. ഡ്രീം റൈഡർ 280 ഞാൻ തുടക്കം തൊട്ട് കാണുന്നൊരു ചാനലാണ് കേട്ടോ. ഒരു 18 വയസ്സിൽ ഒരു പെൺകുട്ടി സ്വന്തം ഇഷ്ടപ്രകാരം ഒരു ഭർത്താവിനെ തിരഞ്ഞെടുക്കുന്നു. ആ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് വരുന്നു. അയാളുടെ വീട് തിരുവനന്തപുരമാണ്. അയാളുടെ പേര് അനു എന്നാണ്, ഈ പെൺകുട്ടിയുടെ പേര് ചിന്നു എന്നാണ്. അവരുടെ ലൈഫ് തുടക്കം തൊട്ടേ നമ്മൾ കാണുമ്പോൾ പാളിച്ചകൾ ഒരുപാടുണ്ടായിട്ടുണ്ട്. അതിൻ്റെ കാരണം അവരുടെ അപക്വമായിട്ടുള്ള പ്രായം തന്നെയാണ് അല്ലേ. 18 വയസ്സായ ഒരു പെൺകുട്ടിക്ക് പെട്ടെന്ന് തൻ്റെ വീട്ടിൽ നിന്ന് കിട്ടുന്ന സുരക്ഷിതത്വവും സ്നേഹവും ഭർത്താവിൻ്റെ വീട്ടിൽ കിട്ടുന്നില്ല എന്ന് കാണുമ്പോഴാണ് അവിടെ കെമിസ്ട്രിയുടെ ആ ഒരു കുറവ് ആരംഭിക്കുന്നത്. ഭർത്താവിൻ്റെ അമ്മയെ സംബന്ധിച്ചിടത്തോളം എൻ്റെ സങ്കല്പം മുഴുവനും തെറ്റിച്ച് കളഞ്ഞ് കെട്ടിക്കേറി വന്നൊരു പെണ്ണ് എൻ്റെ മകൻ്റെ തലയിലായി പോയവൾ എന്നുള്ള രീതിയിലൊക്കെയാണ് അവർ ഈ കുട്ടിയെ കാണുന്നത്. അവരുടെ പെരുമാറ്റം അവരും അവരുടെ, അതായത് ഈ ചെറുക്കൻ്റെ പെങ്ങളും അമ്മയും കൂടി ഇവരെ വീട് മാറിപ്പോയ ആ ഒരു സമയത്തെ വീഡിയോയിൽ പറയുന്നുണ്ട്. അവിടെ ഒരുപാട് മഞ്ഞപ്പൊടി ഇട്ട കറികളാണ്, അവരുടെ ഭക്ഷണ രീതി വേറെയാണ് എന്നുള്ള രീതിയിലൊക്കെ കുറേ കുറ്റം ഈ നാത്തൂനെയും കുട്ടിയെ പറ്റി പറയുന്നുണ്ട് കേട്ടോ. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കൂ, ജില്ലയുടെ വൈരുദ്ധ്യം പോലും നമുക്ക് താങ്ങാൻ പറ്റാത്ത രീതിയിൽ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാക്കുക. അങ്ങനെ തന്നെ ആ കുട്ടി ആ സ്വന്തം ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് ഒരുപാട് തിക്താനുഭവങ്ങൾ ഉണ്ടാവുന്നു. അതിൻ്റെ ഇടയിൽ അവർക്കൊരു കുഞ്ഞുണ്ടാവുന്നു. അവർ വേറൊരു വാടക വീട്ടിലേക്ക് മാറുന്നു. വാടക വീട്ടിലേക്ക് മാറുന്ന സമയത്ത് അവർക്ക് യൂട്യൂബിന് നല്ല വ്യൂസ് ഉണ്ട്, പൈസയുണ്ട്. ആ സമയത്ത് വാടക വീട് വരെ മോഡിഫൈ ചെയ്യാനായിട്ട് അവർ കയ്യിലുള്ള പൈസ ചിലവാക്കുകയാണ്. അപ്പോൾ ഈ അനുവിനെ സംബന്ധിച്ചിടത്തോളം അപ്പോഴത്തെ ജീവിതം, ആ ഒരു സമയം നന്നാക്കണം, ഭാര്യ സന്തോഷമായിട്ടിരിക്കണം, കുട്ടികളെ നോക്കണം. അപ്പോൾ അതിന് ഇപ്പോൾ ഇന്ന് ഇപ്പോൾ പുറത്തുനിന്ന് ഭക്ഷണമാണെങ്കിലും ഓക്കെ, ലാവിഷായിട്ട് പുറത്തുനിന്ന് കാർ എടുത്താൽ ഒരു യാത്ര, അങ്ങനെയൊക്കെ അവരുടെ ജീവിതം ഇങ്ങനെ പോഷായി പോയിക്കൊണ്ടിരിക്കുക. രണ്ടാമതൊരു കുഞ്ഞാവുന്നു, പ്രസവം. സ്വാഭാവികമായിട്ട് ഭർത്താവിൻ്റെ എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ ആ പ്രസവത്തിൻ്റെ പൈസയിൽ ഒരു ഭാഗമായിട്ട് വേണ്ടി വരും. അപ്പോൾ അവരുടെ ചാനലിൻ്റെ റേറ്റിംഗ് അല്ലെങ്കിൽ വ്യൂ കുറഞ്ഞു വരുന്നൊരു സമയം ചാനൽ തന്നെ ടെർമിനേറ്റ് ആയിട്ട് പോണു. അപ്പോൾ 2 കുഞ്ഞുങ്ങളെയും കൊണ്ട് വാടക വീട്ടിൽ അവർ നിസ്സഹായരായിട്ടിരിക്കുന്ന ഒരു കാഴ്ചയുണ്ട്. അത് ഭയങ്കര സങ്കടമായിട്ട് നമുക്ക് തോന്നും. വീണ്ടും അയാളുടെ വീടിൻ്റെ സുരക്ഷിതത്വത്തിലേക്ക് തന്നെ മടങ്ങുന്നു. അവിടെ സ്വാഭാവികമായിട്ട് എന്നാൽ നീ രണ്ടാമത് ഇങ്ങോട്ട് വന്നു, എന്നാൽ പിന്നെ നിന്നെ ഞാൻ ശരിയാക്കി കളയാം എന്നുള്ളൊരു മെൻറ്റാലിറ്റി ഉള്ള ഒരു അമ്മ തന്നെ ആയിരിക്കും. കാരണം ഈ സമയത്തൊക്കെയാണ് അമ്മ അച്ഛൻ എന്നുള്ളതിൻ്റെ തണൽ കൊടുക്കാനായിട്ട് പാരൻസിന് കഴിയേണ്ടത് അല്ലേ. ഇവരെന്ത് ചെറുപ്പം ആളുകളാണ്, 2 കുട്ടികളും. അപ്പോൾ അവർ ഈ കുട്ടികളെ ഇട്ടിട്ട് ഈ വാടക വീട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറണു. അപ്പോൾ 2 പാരൻസും ഒത്തുചേർന്ന് ഇവർക്ക് എന്താണ് ചെയ്യാൻ പറ്റുക വെച്ചാൽ അത് ചെയ്തു കൊടുക്കാനുള്ളൊരു പക്വത. പിന്നെ അച്ഛനെയും അമ്മയും സംബന്ധിച്ചിടത്തോളം ഒരു മകൻ, പ്രതീക്ഷയോടെ വളർത്തിക്കൊണ്ടുവന്ന മകൻ, അവൻ്റെ വരുമാനം നമ്മളുടെ വീടിനൊരു മുതൽക്കൂട്ടാവുമെന്ന് ചിന്തിക്കുന്ന കാലത്തിലാണ് ഒരു ബോധവും ഇല്ലാത്ത സമയത്തുള്ള ഒരു 18 വയസ്സായ കുട്ടിയെ കൊണ്ട് മകൻ വരുന്നത്. അത് തീർത്തും അവരെ ഞെട്ടിച്ചു കളഞ്ഞു. സ്വാഭാവികമായിട്ട് അവർക്ക് ആ മകനിലുള്ള പ്രതീക്ഷ നഷ്ടപ്പെട്ടു. മകനാണെങ്കിൽ ഭാര്യ, കുട്ടികളെ എന്നുള്ള ഭാരം വന്നപ്പോൾ അച്ഛനും അമ്മയിലേക്കുള്ള ആ ഒരു എത്തിനോട്ടം കുറഞ്ഞു. അപ്പോൾ അച്ഛനും അമ്മയും ആഗ്രഹിക്കുന്ന മോൻ്റെ സ്നേഹവും മോൻ ആഗ്രഹിക്കുന്ന അച്ഛൻ്റെ അമ്മയുടെ സ്നേഹവും ഈ ഭാര്യയും കുട്ടികളും അകത്തി കളഞ്ഞു എന്നുള്ളൊരു ചിന്ത, ഒരു തെറ്റായ ചിന്തയുടെ ഫലമായിട്ട് 2 വീട്ടുകാരും അവരിൽ നിന്ന് അകലം പാലിക്കുന്നു. വീണ്ടും ഇവർ ജീവിതത്തിൽ കഷ്ടതകളിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ അനുവിൻ്റെ വീടിൻ്റെ മുകളിൽ ഒരു ചെറിയ തയ്യൽ യൂണിറ്റ് തുടങ്ങി വീണ്ടും അവർ എന്താ പറയുക, ഏറ്റവും കൂടുതൽ നന്നായിട്ട് ജീവിതത്തിനെ ഉൾക്കൊള്ളാനുള്ള ഒരു ശ്രമമൊക്കെ നടത്തുമ്പോൾ വീട്ടിൽ അസ്വാരസ്യം. കാരണം വീടിന് മകൻ, ഭാര്യ, 2 കുട്ടികൾ, ഇവരുടെ ചിലവ് മുഴുവനും വീട്ടുകാർ വഹിക്കേണ്ട അവസ്ഥ. ഇവരാണെങ്കിൽ തയ്യൽ യൂണിറ്റൊക്കെ തുടങ്ങി വീട്ടിലേക്ക് കൃത്യമായിട്ട് ചിലവിന് കൊടുക്കാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു പോരായ്മകൾ ഇവരിലും ഉണ്ടായി കാണും. എന്തായാലും 2 വീട്ടുകാരുടെയും കല്ലുകടി മൂർധന്യത്തിലെത്തിയപ്പോൾ ഈ തയ്യൽ യൂണിറ്റൊക്കെ ഇങ്ങനെ തുടങ്ങി അവിടെ ജീവിതം സുസ്ഥിരമാക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഇടയിൽ ഈ വീട്ടിൽ നിന്നുള്ള തിക്താനുഭവങ്ങൾ കാരണം ഇവർ വീണ്ടും വാടക വീട് അന്വേഷിക്കുന്നു. ഇപ്പോഴത്തെ ആ വാടക വീട്, അവരുടെ ലേറ്റസ്റ്റ് വീഡിയോ അവരുടെ വാടക വീടിൻ്റെ ആ ഒരു പിക്ചറാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ സങ്കടം തോന്നും. ചുറ്റും കാട് പിടിച്ച പോലെ ഈ 2 കുഞ്ഞുങ്ങളെ ഇട്ട് ഈ പഴയ ഒരു വാടക വീട്ടിൽ ആ കുട്ടി എങ്ങനെ ജീവിതം തള്ളി നീക്കുമെന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പോലും വയ്യ. അത് ഇവരുടെ വീട്ടുകാർ, ഈ കുട്ടിയെ പ്രസവിച്ച അമ്മയും അച്ഛനും അപ്പുറത്തുണ്ട്, ഈ മകനെ, അതായത് ഭർത്താവിനെ പ്രസവിച്ച അമ്മയും അച്ഛനും അപ്പുറത്തുണ്ട്. അവർ പ്ലാൻ ചെയ്ത് ഇവരുടെ ജീവിതത്തിലേക്ക് എത്തി നോക്കേണ്ട ഒരു സമയമാണ്. ഇവരുടെ അറിവില്ലായ്മകളൊക്കെ പുറത്ത് ഇവരെ ചേർത്ത് പിടിക്കേണ്ട ഒരു സമയമാണ്. ശരിക്കും പറഞ്ഞാൽ ഇവരെ ഒരു വല്ലാത്തൊരു അഗ്നിപരീക്ഷണങ്ങളിലൂടെ ഇങ്ങനെ കടന്നു പോവുകയാണ് കേട്ടോ. അപ്പോഴാണ് ഈ അമൽലാലിനെയും ഇയാളെയും കമ്പയർ ചെയ്തിട്ട് അടിയിൽ ഇങ്ങനെ കമൻറ്റുകൾ, ഇതിപ്പോൾ അമൽലാലിൻ്റെ പോലെ തന്നെ അമ്മേനെ ഉപേക്ഷിച്ചു, അച്ഛനെ ഉപേക്ഷിച്ചു. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ അച്ഛനും അമ്മയും ഉപേക്ഷിക്കുന്നതല്ല. അച്ഛനും അമ്മയും ഇവരെ ഞങ്ങൾക്ക് വേണ്ട എന്നുള്ളൊരു സാഹചര്യത്തിലാണ് അവർ ആ വീട് വിട്ട് വീണ്ടും ഇറങ്ങുന്നത്.
അല്ലെങ്കിൽ ആ അമ്മ നീ ഈ വിഷമത്തിൽ ഇങ്ങനെ ഈ 2 കുഞ്ഞുങ്ങളെയും കൊണ്ട് ഇങ്ങനെ പുറത്ത് പോകണ്ട, നീ ഇവിടെ തന്നെ താമസിക്കുക, നമുക്ക് എന്താ വേണ്ടത് വെച്ചാൽ ചെയ്യാമെന്നുള്ളൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്ക് ഇങ്ങനെ ഒരു വാടക വീട്ടിലേക്ക്, ആ വാടക വീട് കാട് പിടിച്ച ഒരു സ്ഥലത്ത് ആ കുട്ടിയും 2 കുഞ്ഞുങ്ങളെയും കൊണ്ട് ഇടുക എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. അതിൽ ഏറ്റവും ഉപരി ആ ചെറുപ്പക്കാരനോട് പറയേണ്ടത് എല്ലാവരും പണിക്ക് പോ. അയാൾ ആ കുട്ടിയും ആ ഭാര്യേനെയും 2 കുട്ടികളെയും ആ ഒരു സ്ഥലത്തിട്ട് പണിക്ക് പോയാൽ ചിലപ്പോൾ ഇതിനേക്കാളും ദുരന്തം അവർക്ക് വന്നു ചേരാനും പറ്റിയൊരു സാഹചര്യമൊക്കെയാണ് അവിടെ ഉള്ളത്. അപ്പോൾ ഇതൊക്കെ ഇവരുടെ പാരൻസ് തന്നെയാണ് ഏറ്റവും അധികം കണ്ടറിയേണ്ടത്. ഈ മക്കൾ അച്ഛനും അമ്മേനെയും ഉപേക്ഷിച്ച് പോവുക എന്നുള്ളൊരു കൺസെപ്റ്റിനേക്കാൾ ഉപരി അച്ഛനും അമ്മയും നിങ്ങൾക്ക് വേണ്ട എന്നുള്ള ആ ഒരു അവഗണനയുടെ അറ്റത്താണ് ഈ അവരുടെ ഭാര്യയും 2 കുഞ്ഞുങ്ങളെയും എടുത്ത് പുറത്തു പോകുന്നതെന്ന് കൂടി ചിന്തിക്കേണ്ട ഒരു ബാധ്യതയുണ്ട്. അപ്പം അമലിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ മാക്സിമം ഒരു യൂട്യൂബർ എന്നുള്ള നിലയ്ക്ക് സഹനത്തിൻ്റെ നെല്ലിപ്പടി കണ്ട് അവിടെ പിടിച്ചു നിന്നു. 2 കുട്ടികളെയും കൊണ്ട് ആദ്യത്തെ കുഞ്ഞിനെയും കൊണ്ട് അയാൾ മാക്സിമം അവിടെ ഒത്തൊരുമിച്ച് ജീവിക്കാൻ ശ്രമിച്ചു. പക്ഷേ അതിലൊക്കെ അയാളുടെ ഭാര്യയെ നഷ്ടപ്പെടും എന്നുള്ളൊരു പീക്ക് പോയിന്റിൽ എത്തിയപ്പോഴാണ് അവൾ ഇനി മാനസികമായിട്ട് സഹിക്കാനുള്ളൊരു ശാരീരിക പക്വത അല്ലെങ്കിൽ ശാരീരിക ആരോഗ്യം അവർക്ക് ഇല്ലയെന്ന് തോന്നിയ നിമിഷത്തിലാണ് അയാൾ ഇറങ്ങുന്നത്. അതുപോലെ തന്നെയാണ് ഇയാളും. 2 തീരെ പൊടിക്കുഞ്ഞുങ്ങളായ ഒരു 20-21 വയസ്സുള്ള ഒരു പെൺകുട്ടിക്ക് സഹിക്കാൻ പറ്റാത്തതിൻ്റെ നെല്ലിപ്പടി കണ്ടിട്ടായിരിക്കും അവരിങ്ങനെ പുറത്തു പോകുന്നത്. പിന്നെ ഇവരുടെ ചാനൽ ടെർമിനേറ്റ് ചെയ്തപ്പോൾ പിടിച്ചു നിൽക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ ശ്രമിച്ചു കേട്ടോ. അതായത് ഇവരൊരു എല്ലാ യൂട്യൂബേഴ്സിനെയും സന്ദർശിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അങ്ങനൊരു യാത്ര ചാനൽ എങ്ങനെയെങ്കിലും ഒന്ന് റിവൈവ് ചെയ്യാനായിട്ട്. പിന്നെ ഇവരൊരു ട്രാവലോഗ്, അപ്പോൾ ആ ഡൽഹിയിലൊക്കെ ഈ 2 കുഞ്ഞുങ്ങളെയും കൊണ്ട് ആ കുട്ടി ട്രെയിനിൽ പോണ ഒരു രംഗമൊക്കെ സത്യം പറഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റില്ല. എന്തുകൊണ്ടാണ് അവർ അങ്ങനെ ഒരു യാത്രയ്ക്ക് പുറപ്പെട്ടത്? കാരണം വീട്ടിലെ സാഹചര്യങ്ങൾ മോശമായി, തങ്ങളെ സ്നേഹിക്കാൻ ആ 2 വശത്തുനിന്നും ആരും ഇല്ല എന്നുള്ളതിൻ്റെ ഒരു തോന്നലിൻ്റെ ഭാഗമായിട്ടാണ് അവർ സ്വയം ഇങ്ങനെ ട്രാവലോഗും ഓരോ യൂട്യൂബേഴ്സിൻ്റെ വീട്ടിലേക്ക് പോകുന്നതും. അപ്പോൾ യൂട്യൂബേഴ്സിൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ അവർക്ക് ഒരുപാട് തിക്താനുഭവം ഉണ്ടാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പുറത്ത് നിന്നിട്ട് കൈയടിക്കണവർക്ക് ഈ ചെക്കൻ എന്ത് ചെക്കനാണ്, ഇവൻ പണിക്ക് പോകുന്നില്ല, ഇവന് പക്വതയില്ല, ഇവൻ ഇങ്ങനെയാണ്, ഇവൻ അങ്ങനെയാണ് എന്നൊക്കെ പറയാം. ഇവനെ അച്ഛനും അമ്മേനെയും ഉപേക്ഷിച്ച് പോന്നു അമൽലാലിൻ്റെ പോലെ. ഈ അമൽലാലും ഇയാളും ഒന്നും അച്ഛനും അമ്മയും ഉപേക്ഷിച്ച് പോകുന്നതല്ല. ഇവരുടെ കൂടെയുള്ള മരുമകൾ എന്നുള്ള കറുത്ത നിഴലിനെ ഒരു കറുത്ത നിഴലായി കണ്ട് തങ്ങളുടെ മക്കള് അല്ലെങ്കിൽ എൻ്റെ സ്വന്തം മകളാണെന്ന് അംഗീകരിക്കാൻ പറ്റാത്ത അമ്മമാരുടെ മനസ്സാണ് ശരിക്കും പറഞ്ഞാൽ ഇവരെ ഇങ്ങനെ 18 വയസ്സായ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു 20 വയസ്സായ പെൺകുട്ടിക്കും 50 വയസ്സിനോട് അല്ലെങ്കിൽ അടുക്കാറായ ഒരു സ്ത്രീക്കും തമ്മിലുള്ള മാനസിക വ്യാപാരങ്ങൾ വളരെ വ്യത്യസ്തമാണ്. 18 വയസ്സായ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവളൊരു പുതിയ ജീവിതത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുമ്പോൾ അവൾ കിട്ടാനായിട്ട് ആഗ്രഹിക്കുന്ന സ്നേഹവും കെയറൊന്നും അവിടുന്ന് കിട്ടാതിരിക്കുക. 50 വയസ്സിനോട് അടുത്ത ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഇതേ സ്റ്റേജുകളിലൂടെ കടന്നു വന്നതാണെങ്കിൽ പോലും ഒരു അമ്മായിയമ്മയുടെ കുപ്പായം എടുത്തിട്ട് വളരെ ധാർഷ്ട്യത്തോടു കൂടി നിന്നെ ഞാൻ ശരിക്കും മര്യാദ പഠിപ്പിക്കാം, അതിന് മകനും കൂടി കൂട്ടു നിൽക്കണം എന്നുള്ള ഒരു മാനസിക രോഗിയുടെ ഒരു നിലയിൽ നിൽക്കുന്ന ഒരു അമ്മായിയമ്മ ശരിക്കും പറഞ്ഞാൽ ആ മകൻ്റെ ജീവിതം ഏറ്റവും കൂടുതൽ ദുരിതമാക്കുന്നതിൽ അവർക്കാണ് പങ്ക്. സ്വന്തം മകനാണ് ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യണത് എന്ന് എന്താ പറയുക, ഏറ്റവും കനിവോടുകൂടി ചിന്തിക്കേണ്ട ഒരു പെറ്റമ്മ പെട്ടെന്ന് ഒരു മരുമകൾ ആ മകൻ്റെ കൂടെ ഉണ്ടായിപ്പോയി, ഇത് ഞാൻ പ്രസവിക്കാത്തൊരു മകളാണല്ലോ, അവൾ എൻ്റെ ആരുമല്ല, അവൾ ശത്രുവാണ് എന്നിങ്ങനെ ആരോപിച്ച് സ്വന്തം മകൻ്റെ ജീവിതമാണ് അവർ ശരിക്കും പറഞ്ഞാൽ ഇൻഡയറക്റ്റായിട്ട് ഇങ്ങനെ നരകക്കുഴിയിൽ വീഴ്ത്തണത് അല്ലേ. അവർക്ക് അത്രമാത്രം തിക്തമായിട്ടുള്ള അനുഭവം സ്വന്തം വീട്ടിൽ അത് ഫേസ് ചെയ്യേണ്ടി വന്നുകൊണ്ടാണ് അവർ ഭാര്യമാരെയും കൊണ്ട് പുറത്തേക്ക് വരുന്നത്. പിന്നെ വീണ്ടും എന്തിനാണ് ഇയാൾ രണ്ടാമത് ചെന്ന് ചോദിച്ചാൽ അത്രമാത്രം നിസ്സഹായത, സാമ്പത്തികമായിട്ടുള്ള ഞെരുക്കം, ഈ ഭാര്യയുടെ വീട്ടിൽ ചെന്ന് നിൽക്കാൻ പറ്റില്ല. അപ്പോൾ വീണ്ടും സ്വന്തം വീട്ടിലേക്ക് അഭയം ചെല്ലുമ്പോൾ അവനെ 2 കൈ കൊണ്ടും സ്വീകരിച്ച് തങ്ങളുടെ തെറ്റുകൾ തിരുത്തേണ്ടതിന് പകരം വീണ്ടും നീ ഇങ്ങനെ ഞങ്ങളുടെ ചിലവിൽ ജീവിക്കേണ്ട, നീ ഭാര്യയും 2 പിള്ളേരൊക്കെ ആയിട്ട് ഞങ്ങളെങ്ങനെ നിനക്ക് ചിലവിന് തരും എന്നൊക്കെയുള്ള രീതിയിൽ വീട്ടിൽ കുറ്റപ്പെടുത്തലുകൾ വരുമ്പോഴാണ് വീണ്ടും അവർ ഇവിടേക്ക് ഇറങ്ങണത്. അപ്പോൾ ഏറ്റവും കഷ്ടമായിട്ടുള്ള പരമദയനീയമായിട്ടുള്ള കാര്യമാണ്. ഈ കാലഘട്ടങ്ങളൊക്കെ കഴിഞ്ഞ് അവർ റിക്കവർ ചെയ്ത് അവർ നല്ല രീതിയിൽ സെറ്റിലാവും. വളരെ ചെറിയ പാരൻസ് ആയതുകൊണ്ട് അവരുടെ കുഞ്ഞുങ്ങൾ നേരത്തെ തന്നെ അവരുടേതായിട്ടുള്ള ജോലിയൊക്കെ കണ്ടുപിടിച്ച് സെറ്റിലാവുമ്പോൾ ഇവർക്ക് ഇനിയും ജീവിതം ഇങ്ങനെ ആസ്വദിക്കാനുള്ള കുറേ കാലഘട്ടങ്ങളൊക്കെ ഇവരുടെ മുമ്പിൽ ഉണ്ടാവും എന്നുള്ളതാണ്. ശുഭാപ്തി വിശ്വാസത്തോടെ ജീവിതത്തിനെ കാണുക, ഇത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് എന്തൊക്കെ വഴികൾ തങ്ങൾക്ക് ഉണ്ടാക്കാം എന്നുള്ള രീതിയിൽ അവരങ്ങനെ ചിന്തിച്ച് അവരുടെ ജീവിതം സെറ്റാക്കും. ഈ കാലഘട്ടങ്ങളൊക്കെ മാറി മറയും. അപ്പോൾ നമ്മൾക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു അമ്മയ്ക്ക് മകൻ്റെ ആവശ്യം വരുന്ന ഒരു വാർദ്ധക്യ കാലഘട്ടം കൂടി ഉണ്ടാവും.
അപ്പോൾ അപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഇവരുടെ ജീവിതത്തിൽ നമ്മളൊന്നും സപ്പോർട്ട് ചെയ്തില്ലല്ലോ എന്നുള്ളൊരു പശ്ചാത്താപം ആ അമ്മമാർക്ക് ഉണ്ടാവുക എന്നുള്ളതാണ്. എല്ലാവർക്കും നന്മ വരട്ടെ. നന്ദി.